ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ പാൻറ്റിൻ്റെ ബാൻഡ് ഇതുപോലെ ഫിറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ഹൂക്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ്. ഇത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നൊരു വീഡിയോ ആണ്. പാൻറ്റിലല്ല, പാൻറ്റിൻ്റെ മോഡൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഹൂക്ക് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാൻഡിനെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളിത് ബാക്ക് പീസിൽ നിന്ന് തുടങ്ങി ഇവിടെ ഫ്രണ്ടിൽ നമ്മുടെ സിബിൻ്റെ ഭാഗത്ത് ഇതുപോലെ ബാൻഡ് അവസാനിക്കുന്ന രീതിയിൽ ഇവിടെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു പീസിനെ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ഇങ്ങനെ മറിച്ച് വെക്കുന്നു, ഉള്ളിലേക്ക് മറിച്ച് വെച്ചുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് വേണ്ട തുണി മാത്രം വെച്ചുകൊണ്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതുപോലെ മടക്കി ഇതിനെ മറിച്ചിടുക. ഈ ഒരു കോണ് നമുക്ക് ഒരു കത്രികയുടെ പോയിന്റ് വശം കൊണ്ടൊക്കെ നമുക്ക് നല്ല വൃത്തിയോടുകൂടി പോയിന്റ് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി അതിനുശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ഹൂക്ക് വെക്കുന്ന ഭാഗത്ത് നമ്മളൊരു കറക്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കുക. ഇനി നമ്മൾ ആ ഒരു ഭാഗത്ത് ബാൻഡ് ഫിറ്റ് ചെയ്യണം, ഓവർ ബാൻഡ് ഫിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ അളവിനേക്കാൾ നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ 2.25 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ 1 ഇഞ്ചോ 1.25 ഇഞ്ചോ കൂട്ടി നമുക്ക് എടുക്കാം. നമ്മളിത് 3.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ 2.25 എക്സ്ട്രാ വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മാർക്കിംഗ് കൊടുക്കുക. നമ്മുടെ അളവിന് കണക്കായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ 2 ഇഞ്ച് 2.25 ഇഞ്ച് എക്സ്ട്രാ എടുത്തുള്ള സ്ഥലത്ത് മാർക്കിംഗ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം നമ്മൾ ഉള്ളിലേക്ക് നമ്മുടെ ഹൂക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ്. ഇതിൽ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ മടക്കി എടുത്തുകൊണ്ട് നമ്മൾ ആ ഒരു 2.25 ഇഞ്ചിൻ്റെ ഒരു മാർക്കിംഗ് കൊടുത്ത സ്ഥലമുണ്ടല്ലോ, അതിന് കണക്കായിട്ട് നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ബാൻഡിൻ്റെ വീതിയുടെ സെൻറ്റർ മാർക്കിംഗ് കൊടുക്കുക. ഇതുപോലെ സെൻറ്റർ മാർക്കിംഗ് കൊടുക്കുക. ഇനി ഇതുപോലെ ഇങ്ങനെ മറിച്ച് വെച്ചുകൊണ്ട് ഈ ഒരു ഹൂക്ക് വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഹൂക്കിൻ്റെ വായ ഭാഗം ഈ ഒരു ഭാഗം എങ്ങനെയാണ് വെക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കറക്റ്റ് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇങ്ങനെയാണ്, ഇതേ രീതിയിലാണ് വെക്കേണ്ടത്. ഇതുപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ കോയിൻസില്ലേ, പൈസയുടെ 1 രൂപയുടെ 2 രൂപയുടെ കോയിൻസൊക്കെ കോയിൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു കോയിൻസ് നമ്മുടെ ആ ഒരു ഹൂക്കിൻ്റെ ഗ്യാപ്പിൽ ഇതുപോലെ ഇങ്ങനെ അമർത്തി വെക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ ഹൂക്കിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കറക്റ്റ് നല്ലവണ്ണം പ്രസ് ചെയ്യുക. ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കോയിൻസ് നമ്മൾക്ക് ഇവിടെ നിന്ന് അയച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു ഭാഗം നമ്മൾ എത്ര ബാക്ക് വശത്ത് മുട്ടി പ്രസ് ചെയ്താലും ഇത് അമർന്നു പോവില്ല, കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ഹൂക്കും ഇതുപോലെ ആ ഒരു മാർക്കിൽ കറക്റ്റ് ഫിറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഈ ഒരു കോയിൻസ് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വശത്തും ഇതുപോലെ തന്നെ ചെയ്യുക. ഇവിടെയും നല്ല രീതിയിൽ പ്രസ് ചെയ്തെടുക്കുക. നമ്മുടെ ഉള്ളിൽ കോയിൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോയിൻസിൻ്റെ വീതി കൊണ്ട് നമുക്ക് അതിൻ്റെ ഹൂക്കിൻ്റെ ഈ ഒരു ഭാഗം പ്രസ് ചെയ്ത് തുണിയായിട്ട് പ്രസ് ചെയ്ത് പോകില്ല, നമുക്ക് കറക്റ്റ് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കോയിൻസ് ഉപയോഗിക്കുന്നത്. ഇനി അതിനുശേഷം നമ്മൾ ഇവിടെ ഇതുപോലെ ഇങ്ങനെ വെക്കുക. നമ്മുടെ ഈ ഒരു പീസിനെ ഇതുപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ ആ ഒരു മാർക്കിങ് മടക്കി വെച്ചിട്ടില്ല, നമ്മൾ ആ ഒരു മടക്കിൻ്റെ മാർക്ക് ഉണ്ടാവും. ആ മാർക്കിന് കറക്റ്റായി നമ്മുടെ സൈഡിൽ കൂടി, എന്നാൽ അടിയിൽ ക്യാൻവാസിന് തട്ടാതെ, അടിവശത്തുള്ള ക്യാൻവാസ് തട്ടാതെ കറക്റ്റ് സൈഡിൽ കൂടി മാത്രം സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തുള്ള ഈ എക്സ്ട്രാ വെച്ചിരിക്കുന്ന തുണിയെ ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ കട്ട് ചെയ്ത് മാറ്റുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്നും ഇങ്ങനെ അല്പം തുണി കട്ട് ചെയ്ത് മാറ്റുന്നു. നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒരു മാർക്കില്ല, ആ ഒരു മാർക്കിൽ നിന്ന് നമുക്കൊരു 1 ഇഞ്ചെങ്കിലും ഇങ്ങനെ ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ തുണിയെ ഇതുപോലെ ഇങ്ങനെ നേരെ നമ്മൾ ആ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസിനെ കറക്റ്റ് ഇതുപോലെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് താഴേക്ക് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത്
ഇതുപോലെ മറിച്ചിടുക. നമുക്ക് കത്രികയുടെ ഈ ഒരു ബാക്ക് വശം കൊണ്ട് നമുക്ക് കൃത്യമായി ഇതുപോലെ ഇങ്ങനെ പോയിൻ്റൊക്കെ ചെയ്തെടുക്കാം. കണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് ഈ ഒരു മാർക്ക് കണ്ടോ ആ ഒരു ഇതുപോലെ പാൻറ്റിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് കറക്റ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് കണ്ടോ ഇവിടെ ഇതുപോലെ ആ 2.25 നമ്മൾ എക്സ്ട്രാ വെച്ചിട്ടുള്ള ആ ഒരു മാർക്ക് നമ്മൾ അളവിന് കറക്റ്റാണ് ഈ ഒരു മാർക്ക്. അതിനുശേഷമാണ് നമ്മൾ 2.25 ഇഞ്ച് എക്സ്ട്രാ വെക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് പാൻറ്റിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെക്കുക, മടക്കിയെടുക്കുക. നല്ലവണ്ണം നഖം വലിച്ചെടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ കറക്റ്റ് കണ്ടോ ഇതുപോലെ കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു പീസിനെ കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ഫസ്റ്റ് ലൂപ്പ് വെക്കുന്ന ഭാഗമില്ലേ ആ ഭാഗം നിന്ന് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ബാൻഡിൻ്റെ നമ്മുടെ ലൂപ്പ് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് എപ്പോഴും ജോയിൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് ജോയിൻറ്റ് എവിടെയും കാണാൻ കഴിയില്ല. നമ്മുടെ ആ ലൂപ്പിനെ കവർ ചെയ്തിട്ട് നമ്മുടെ ജോയിൻറ്റിങ് പോകും. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ ഇതുപോലെ കറക്റ്റ് ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അവിടെ ആ ജോയിൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങുന്നു. എന്നിട്ട് നമുക്ക് ഇവിടെയുള്ള ഈ എക്സ്ട്രാ പീസിനെ നമുക്ക് ഇതുപോലെ ഒരു സൂചി ഉപയോഗിച്ചുകൊണ്ട് നല്ലവണ്ണം ഉള്ളിലേക്ക് ഇതുപോലെ തുണിയെ കയറ്റി വെച്ചുകൊണ്ട് ഇവിടെ നമുക്കൊരു സ്റ്റിച്ചിങ് കൊടുക്കാം. കണ്ടോ നമ്മുടെ പാൻറ്റിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്, നല്ല വൃത്തിയോടുകൂടി കിട്ടിയിട്ടുണ്ട്. ഉൾവശവും നല്ല ഫിനിഷിങ്ങോടുകൂടി തന്നെ കിട്ടും. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗവും ഇതുപോലെ ഇങ്ങനെ ലൂപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇതുപോലെ കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തു. കണ്ടോ നമ്മുടെ ഈ ഒരു ഹൂക്ക് നമ്മൾ ഓവർ ബാൻഡിൽ ഹൂക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തുള്ള ഹൂക്കാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് കറക്റ്റ് ഇവിടെ ഒരു മാർക്ക് കൊടുക്കുക. നമ്മുടെ ഹൂക്ക് വരുന്ന ഭാഗത്ത് കണ്ടോ ഹൂക്കിന് കറക്റ്റായിട്ടൊരു മാർക്കിംഗ് കൊടുക്കുക. അത് നമ്മുടെ ബാൻഡിൻ്റെ വീതിയുടെ 1.5 ഇഞ്ച് ബാൻഡിൻ്റെ വീതിയുടെ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് കിട്ടണം. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ ഒരു ചെറിയ ഹൂക്ക് ഇവിടെ നേരെ കുത്തനെ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉൾവശത്തും ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് രണ്ട് ഭാഗത്തേക്കും കറക്റ്റ് മടക്കിയെടുക്കാം. എന്നാൽ ഈ ഒരു ഭാഗം നമ്മൾ കൂടുതൽ പ്രസ് ചെയ്ത് അമർന്നു പോകും. ആ ഒരു ഭാഗം തുണിയായിട്ട് ടച്ച് ചെയ്ത് നിന്നാൽ നമുക്ക് ഹൂക്കിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഈ ഒരു ഭാഗം നമ്മുടെ ആദ്യം നല്ലവണ്ണം കത്രികയുടെ ബാക്ക് വശമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുട്ടി പ്രസ് ചെയ്തതുപോലെ ഈ ഒരു ഭാഗം ചെയ്യാൻ പാടില്ല. കണ്ടോ നമ്മുടെ ഹൂക്കിൻ്റെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാം. കണ്ടോ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് വെക്കുക. രണ്ടും കറക്റ്റ് അളവിൽ തന്നെ കയറി നിൽക്കുന്നുണ്ട്. ഇനി അതിനുശേഷം നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മുടെ ഉള്ളിലേക്കുള്ള തുണിയെ കറക്റ്റ് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചുകൊണ്ട് നമ്മൾ ബാൻഡിൻ്റെ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. ഇങ്ങനെ നേരെ താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇതുപോലെ നേരെ ഇങ്ങനെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് ബാക്ക് വശത്തേക്ക് നേരെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പോകാം. ബാക്ക് വശം വരെ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാറ് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ബാക്ക് വശം വരെ പോകാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ബാൻഡിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ലൂപ്പൊക്കെ കറക്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ഈ ഒരു സ്ഥലത്ത് നിർത്തുന്നു. നമ്മുടെ പാൻറ്റിൻ്റെ ബാൻഡ് ഫിറ്റ് ചെയ്യുന്നത് ചാനലിൽ മറ്റൊരു വീഡിയോയിൽ നമ്മൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വേഗത്തിൽ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ചെക്ക് ചെയ്താൽ കാണാൻ കഴിയും ബാൻഡ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയോടുകൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു ടൈലറിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം.